സുന്ദരീസ് എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്ന് താമ്പടി സുർല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അത്രയ്ക്ക് നമുക്ക് നടന്നെത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കുറച്ച് ട്രക്കിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അതിനെക്കാട്ടും മുന്നേ ഒരു കുഞ്ഞി അമ്പലമുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഗൂഗിൾ ചെയ്ത് റിസർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ റെഡി ആയിട്ടില്ല. ആസ് യൂഷ്വൽ ലേറ്റ് ആയി പോയി. ശരിക്കും ഒരു 7 മണിയോടക്കിന് എന്തായാലും ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. ഞാൻ രാവിലെ എനിക്ക് കുളിച്ച് പിടിച്ചൊക്കെ വന്നപ്പോഴേക്കും ഒരു സമയമായി. അപ്പൊ എന്തായാലും വേഗം നമുക്ക് റെഡി ആയിട്ട് പോവാം. ആദ്യം തന്നെ ഈ ഡെർമാവൈബിന്റെ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ന്യൂട്രിഡോമിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു കുട്ടി മേക്കപ്പ് ചെയ്താൽ മതി. നമുക്ക് സൺസ്ക്രീൻ ഒക്കെ എന്തായാലും ഉണ്ടാവും, മോയ്സ്ചറൈസർ ഒക്കെ എന്തായാലും ഉണ്ടാവും. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സും ഷൂസൊക്കെ ഇട്ട് പോവാച്ചിട്ട് കുറേ ദൂരം ഉണ്ട് നടക്കാനായിട്ട്. കുറച്ചധികം ഉണ്ട് കേട്ടോ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. കുറേ നാളെ നമ്മൾ പോണം വിചാരിച്ചിരിക്കണം. അപ്പൊ ഏട്ടന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് രാവിലെ നേരത്തെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഡെർമാക്കോന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ തിരക്ക് കാരണം പോകാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. കുറേ നാളായി വിചാരിക്കണം പോണം എന്നുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. ഇമ്മക്കുട്ടി ഉറങ്ങാൻ എണീറ്റിട്ടില്ല. ഇമ്മക്കുട്ടീനെ ഞങ്ങൾ ഫുള്ള് റെഡിയാക്കിയിട്ട് അങ്ങനെ ഇന്നലെ കിടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ എടുത്ത് കാറിൽ കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ളതാ. കാർ സീറ്റിലിരുന്ന് ഉറങ്ങിക്കോളൂ. ഇനി 1.5 മണിക്കൂർ ഉണ്ടല്ലോ. എന്നിട്ട് അവിടെ എത്തിയിട്ട് വേറെ മാറ്റിയിടാനായിട്ട് ഡ്രസ്സൊക്കെ ഉണ്ടെന്നായിരുന്നു. ഒരു കോമ്പാക്ട് പൗഡർ ഇടാം, ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഏട്ടെല്ലാം കാറിൽ എടുത്ത് വെക്കാം കേട്ടോ. നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ട് ഐലൈനർ എഴുതാം കേട്ടോ. ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. കൊളൂസലിന്റെ ബോൾഡ് ഐലൈനർ ആണ്. ഇത് രണ്ടും ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ടോ. സമയമില്ലാത്ത സമയത്ത് ഐലൈനർ എഴുതാൻ പാടില്ലാത്തതാണ്, പക്ഷെ കൊതിയായിരുന്നു എഴുതിയതാണ് കേട്ടോ. എന്തായാലും നമുക്കൊരു മസ്കാര ഇട്ടിട്ട് ഫിനിഷ് ഓഫ് ചെയ്യാം. ഇതും കൊളൂസലിന്റെ മസ്കാരയാണ്. നമുക്ക് പോയിട്ട് നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഐലൈനറൊക്കെ എഴുതുന്നത്. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഐലൈനറും മസ്കാരയൊന്നും ഇടാറില്ല. ഐബ്രോസും ലിപ്സും അത് മാത്രമേ ചെയ്യാറുള്ളൂ. എന്തായാലും നമുക്ക് ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് ഫിനിഷ് ഓഫ് ചെയ്യാം. നമുക്ക് അപ്പതേ നമ്മൾ ഇറങ്ങായിട്ടോ. കുട്ടീനെ കാണാനുണ്ടോ? കുട്ടി ആകെ ഒക്കെ വന്നിട്ട് കിടത്തിപ്പോ അറിയാണ്ടിരിക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും. നല്ല ചിൽ ക്ലൈമറ്റ് ആണ് കേട്ടോ. 7 മണിയാകുമ്പോഴേക്കും എന്തായാലും ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. പേടിക്കാരം കഴിഞ്ഞു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവിടെ 8:30ക്കാണ് തുറക്കുക. അപ്പോൾ തുറക്കണ ആ സമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ വലിയ സ്പേസ് ആണ്. അപ്പോൾ ഇത്തിരി ആൾക്കാരുണ്ടെങ്കിലും നമുക്കായിട്ടുള്ള ഒരു സ്ഥലം കിട്ടും. അതാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാലുള്ള ഗുണം. നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല മഞ്ഞുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു തണുപ്പില്ലതാണ്. രാവിലെ എനിക്ക് ഇങ്ങനെ നിറയെ കോടയൊക്കെ കാണാം. കാറൊക്കെ ഫുള്ളിങ്ങനെ വെള്ളത്തുള്ളിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അതിനുള്ളൊരു തണുപ്പോ കാര്യങ്ങളോ ചെയ്യാം. നല്ല ചൂട് തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ സമയത്ത്. നമ്മൾ കുറേ നാളിന് ശേഷമല്ലേ ഏട്ടാ രാവിലെ പോണത്? രാവിലെ ഡ്രൈവിന് പോണ. എന്താ കുട്ടി പറഞ്ഞേ? കാറ്റ് വരുന്നുണ്ട്, തണുക്കുണ്ടാവും. കുറച്ച് അടച്ചിടാം. നമുക്ക് പോണ വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു പോവാം. അവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ റേഞ്ചും കാര്യങ്ങളും. എന്താ ഇത്? ഇപ്പോഴത്തെ കണ്ടോ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ബ്രിഡ്ജും ഉണ്ട് അല്ലേ? കാണാൻ രസമുണ്ട്. 8:30 ആയിട്ടോ സമയം. എന്നാലും ഈ ഭാഗത്ത് നല്ലോണം കോടയുണ്ട്. തണുപ്പ് സ്ഥലത്തേക്കുള്ള പോലത്തെ ഒരു ഫീല്. പെട്ടെന്ന് ഭയങ്കര ഇങ്ങനെ ചില്ലായിപ്പോയി. ഗോവ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെയാണ്. ആ പച്ചപ്പ് ഹരിതാവാതെ മാത്രമല്ല, റോഡുകളും ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. തനി കാടന്നെ അല്ലേ? കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങോട്ടും പോയില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ ഒരു ഡ്രൈവ് ആകുമ്പോൾ തന്നെ നല്ല രസമാണ്. നല്ല ക്ലൈമറ്റും. പിന്നെ നമ്മൾ കൂടുതൽ എപ്പോഴും ബീച്ചിലേക്കല്ലേ പോണത്. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും അടുത്തൊന്നും ലോക്ക്ഡൗൺ ആയപ്പോൾ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ അതൊരു നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു ഇമ്മക്കുട്ടിക്ക്. ഇമ്മക്കുട്ടി ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എനിക്ക് വന്നതല്ലേ, മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഇമ്മക്കുട്ടി ആണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് അവിടെ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കണേ. പോകാം. വേണമെന്ന ഫ്രണ്ടിൽ ഇരുന്നിട്ട് പോവാൻ വിചാരിച്ചു. ഇനി അധികം ദൂരമൊന്നുമില്ല അല്ലേ, നമ്മള് പെട്ടെന്ന് എത്തും ഇനി. ഉഷാറായോ? ചീർപ്പ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഒരുവിധമൊക്കെ മുടി കെട്ടിയിട്ടുണ്ട്. ഓക്കെ ആണോ? കഴിക്കാം. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ്. കുട്ടി കാട് കണ്ടോ? ഇഷ്ടായോ? ജീവികളൊക്കെ ഉണ്ടാവും. ആണോ? എന്ത് ജീവി ഉണ്ടാവുക? ടൈഗറൊന്നും അല്ല, ആനിമൽസ് ഒന്നും അല്ല, പിന്നെ പക്ഷെ കുഞ്ഞു കുഞ്ഞു ജീവികൾ. എന്തൊക്കെയാണത്? പുഴുവോ? ഇത്ര വലിയ കാടില്ല പുഴു. പിന്നെയോ? കുഴിയാന. അതെന്താ ഇമ്മക്കുട്ടി ഈച്ചില്ലാത്ത? വൈ ബേബി? ഈ കാട്ടിൽ ഈച്ചില്ല. അത്രയും ജീവികളേ ഉള്ളൂ. സുർലയുടെ ഒരു വ്ളോഗ് വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ഫുൾ വാട്ടർഫോൾസിന്റെ ഏറ്റവും അറ്റം വരെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വ്ളോഗാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ അറ്റം വരെ പോകാനുള്ള ചാൻസസ് ഞാൻ കാണുന്നില്ല, അത്രയ്ക്കൊക്കെ നടക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പോണതിനനുസരിച്ച് കേട്ടോ, അറ്റം വരെ പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ വാട്ടർഫോൾസ് കാണാൻ പറ്റും. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഒരു ലോക്കലിന്റെ ഹെൽപ്പിലേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വഴി നമുക്ക് തെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ ലോക്കൽസ് ഇങ്ങനെ വഴി കാണിക്കുന്നവർ അവർ പറയുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഇങ്ങനെ ടൈഗറിനെ കണ്ടിട്ട് 2-3 പേര് ഭയങ്കരമായിട്ട് പേടിച്ച് അവർ മരത്തുമ്പോൾ കയറിയിരുന്നു ഇത്ര ഏട്ടാ. അപ്പം എന്നിട്ട് ഭയങ്കര ബഹളം വെച്ചപ്പോൾ അവിടുത്തെ ലോക്കൽസ് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ശബ്ദം, അവരുടെ എന്തോ പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ടൈഗർ പോയി. ഇത്ര സത്യമാണോ എന്ന് അറിയില്ല കേട്ടോ, വ്ളോഗിൽ കണ്ടതാ. ഉമ്മക്കുട്ടി എന്ത് ചെയ്യും ടൈഗറിനെ കണ്ട? ടൈഗറിനെ കണ്ടാ ഞാൻ പ്രോമിസ് അല്ലേ? അമ്മയ്ക്ക് പേടിയാട്ടോ, അമ്മയ്ക്കും പേടി അച്ഛനും പേടിയാ. എനിക്ക് മാത്രമേ ശക്തി കൂടില്ല. ഹലോ യൂട്യൂബ് ചേച്ചി. അപ്പൊ ഗൂഗിൾ ചേച്ചി പോയി. എന്താന്നൊരു സിഗ്നലൊക്കെ പോയിട്ടോ, കുറച്ചു നേരം മുമ്പ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മുമ്പ് തന്നെ റേഞ്ച് ഒക്കെ പോയിരുന്നു അല്ലേ. പിന്നെ നെറ്റ്വർക്കും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ എത്തി. അതാണ് വലിയൊരു പ്രോബ്ലം, നമുക്ക് നെറ്റ്വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഒരു പോയിന്റ് എത്തിയ വഴി പിന്നെ ഇവിടെ എഴുതി വെച്ചത് നോക്കിയിട്ട് നമുക്ക് പോവാന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോ സ്ട്രെയിറ്റ് തന്നെയാണ് കേട്ടോ. ചെയ്യാവുന്ന ഒരു കാര്യം മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതല്ലേ നമ്മളിപ്പോ ചെയ്തേ? നമ്മളിപ്പോ അതാ ചെയ്തത്. മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ കുറച്ചൊരു സമാധാനം ഉണ്ട്. എന്നാലും നമുക്ക് വഴി തെറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, കാരണം നമ്മുടെ GPS വർക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാം. എത്തിപ്പോയി. ഇതവര് ഇങ്ങനെ വിൽക്കണതാണ് കേട്ടോ, നമുക്ക് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 30 രൂപ. ഇറങ്ങിയപ്പോ തന്നെ മങ്കി ഉണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടം പോലെ മങ്കീസ് ഉണ്ട്. പൊന്നു ചന്ദനത്തിരി, അത് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാനുള്ളതാ. അതെ, അവിടെ ഒരു മങ്കി ഇരിക്കണ്ടേ, അതങ്ങനെ തലാടണ്ട് കണ്ണ. ഇവിടെ കൊറേ മങ്കീസ് ഉണ്ട് കേട്ടോ. നേരത്തെ ഇങ്ങോട്ട് കാണിച്ചു തന്നില്ലേ? ഇവിടെ ഇങ്ങനെ കുറച്ച് കടകളുണ്ട് കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് അമ്പലത്തിൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള പൂക്കളും ഒക്കെ ആയിട്ട് ഉള്ളതുണ്ട്. അപ്പൊ ഫൈനലി നമ്മള് ഇവിടെ എത്തിയിരിക്കുകയാണ്. കുറച്ച് സമയം എടുത്തു കേട്ടോ അല്ലേ ഏട്ടാ? നമ്മള് വിചാരിച്ചു. ഹാപ്പി ഏട്ടാ. ഡാഷ് നമുക്കൊരു ശബ്ദം കേൾക്കാണ്ടോ? കളകളാരങ്ങൾ അല്ല ഏട്ടാ, എന്താ പറയണേ? കറക്റ്റായി, കളകളാരങ്ങൾ. അതെ, അനർഘ നിർഗളമായി ഒഴുകുന്ന അരുവി. അരുവി എന്ന് പേരുള്ളത് ഓർമ്മയില്ലേ ഏട്ടന്? നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോള്, അവളുടെ പേര് അരുവി എന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഡിഫറെന്റ് അല്ലേ അല്ലെ അരുവി എന്നുള്ള പേര്. ഈ എൻട്രൻസ് കടന്ന് കുറച്ച് നടക്കാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലമാണ്. ഇത് കല്ലില് തീർത്തിട്ടുള്ള അമ്പലമാണിത്. ഭയങ്കര പോപ്പുലർ ആട്ടോ. ഗോവയിലത്തെ ഏറ്റവും പഴയ അമ്പലമാണ് എന്നാണ് പറയണത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആളൊന്നുമില്ല, ആൾക്കാരും ആരും തന്നെ ഇല്ല. ഒന്നാമത് ഇത് വീക്ക് ഡേ ആണ്, പിന്നെ രാവിലെ സമയം
കുറച്ചും കൂടി കഴിയുമ്പോഴാണ് എത്തുണ്ടാവുക ഓരോരുത്തരൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ശേഷം ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ഡള്ളാണല്ലോ. ഗോവയിൽ എല്ലാവരും വരുന്നുണ്ട്, പക്ഷെ കൂടുതലും ആൾക്കാർ ബീച്ചസിലും അതിലൊക്കെ അല്ലേ അങ്ങനെ പ്രിഫർ ചെയ്തിട്ടല്ലേ വരിക. വായിക്കാണോ? എന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വായിക്കാനൊക്കെ ഇഷ്ടം. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പണി. എൻ്റെ ഫുള്ള് വായിക്കുകയൊക്കെ ചെയ്യും. മഹാദേവ് ടെമ്പിൾ കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് താമ്പടി സുർല. എന്താ കുട്ടി സ്ഥലത്തിൻ്റെ പേര്? സീരിയസ്ലി ഗേൾ. ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ, പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് അമ്പലം. കണ്ടോ, ഇങ്ങനെ കല്ലിൽ തീർത്തിട്ടുള്ള അമ്പലമാണ്. ഇതിന് ചുറ്റും ഇങ്ങനെ ഗാർഡൻ ആയിട്ടുണ്ട്. എന്തോ ഷൂട്ടിംഗ് എന്തോ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇത്ര പഴയതാ, ഭയങ്കര പഴയ അമ്പലമാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് അമ്പലത്തിൽ വെക്കാം. ഫേമസ് ആണോ അമ്പലത്തിൻ്റെ അത് വെക്കാം, പ്രാർത്ഥിക്കാം. അവിടെ നന്ദി ഉണ്ടല്ലോ, ഏട്ടനെ അറിയില്ലേ? നന്ദിയുടെ ചെവിയിൽ നമുക്ക് രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു പിടിച്ചിട്ട് എങ്ങനെ പറയാം. എനിക്ക് പറയാനുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇങ്ങനെ കല്ലിലാണ് ഈ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ തൂണിലാണെങ്കിലും ഒക്കെ ഭയങ്കര കുറേ ഇൻട്രിക്കേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ലോൺ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇതിന് ചുറ്റും ഒന്ന് നടക്കാം. ഇവിടെ നമുക്ക് ഈ അമ്പലം ഫുള്ളായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇവിടെ ഒന്ന് താഴെ ഇറങ്ങി നോക്കാം. ഇത് നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ ഏട്ടാ? ഉണ്ടോ? നല്ല തണുപ്പുണ്ടല്ലേ കുട്ടി? തണുക്കണില്ലേ? ഇല്ല ഏട്ടാ, അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഇതിൻ്റെ വഴിയും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര അറിയൊന്നുമില്ല. അപ്പം അതിപ്പോൾ ആരോടെങ്കിലും ചോദിച്ചു, ഇവിടുത്തെ ലോക്കൽസിനോട് തന്നെ ചോദിച്ചിട്ട് പോകേണ്ടി വരും. വേണ്ടട്ടാ, എൻ്റെ ഉടുപ്പ് എനിക്ക് ഫോട്ടോ എടുക്കാനുള്ളതാ. നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്നിട്ട് നമുക്ക് വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് നടക്കണം. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കണ്ടില്ലേ, അപ്പോൾ അവിടെ അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അത് എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി. നല്ല വഴുക്കലാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ പാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് പോയിട്ട് ആ വഴി നമുക്ക് വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് നടക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്നെന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ അവിടെ നിറയെ മങ്കീസ് ഉണ്ടായിരുന്നു കേട്ടോ. വിശക്കുന്നല്ലോ. ഭക്ഷണം കായോ? പൂരി മസാല കഴിച്ചോളാം. പൂരി മസാല കഴിച്ചോളാം. മറന്നുല്ലേ എന്നോട് പറയാ? എനിക്ക് അതിലേറെ വിശക്കുണ്ടോ? ഇന്ന് ശരിക്കും പൂരി മസാല തന്നെയാ. ഇത് വാട്ടർഫോൾസ് അല്ലടാ, ഇത് അതിൻ്റെ ഒരു ഭാഗല്ലേ, കുഞ്ഞി ഭാഗം. നോക്കൂ എത്ര മങ്കീസാണ്, കണ്ടോ? നോക്കടാ. എന്താ പറഞ്ഞേ? പറഞ്ഞെന്താ വെച്ചാലേ, അവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു. അതിന്റെ താഴെയാണ് ഈ വെള്ളം വന്ന് വീണിരുന്നത്. അപ്പൊ പാറ പൊട്ടി വീണു എന്നാ പറയണത്. അത് കാരണം ഇപ്പൊ കൊറേ ആയിട്ട് ഈ വെള്ളം തീരെ ഇല്ല താഴത്ത്. അപ്പൊ ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു 50 rupees കൊടുക്കുക ചെയ്യാം. ആ ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാണാൻ പോവുക. അപ്പം ആൾക്കാർ പോയിട്ട് അവിടെ കാണാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടിക്കറ്റ് ഒന്നും കൊടുക്കാണ്ടേ എന്ന് പറയാം. ഓ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേ? പോയിട്ടും കാര്യമില്ല. എന്നാലും കുറച്ചെന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇതിപ്പോ ഈ വഴിയാണോ ആ വഴിയാണോ? പിടിച്ചു പോയാൽ മതി. അപ്പൊ നമ്മള് ചോദിച്ചു പോവാൻ ഇവിടെ ആരുമില്ല. പക്ഷെ ഈ വെട്ടിത്തെളിച്ച വഴി ഉണ്ടല്ലോ, ആൾക്കാർ നടന്നിട്ട് വഴിയായിട്ടൊന്നുണ്ട്. നമുക്ക് ആ വഴി വെറുതെ നടന്നു നോക്കാം. എന്നെ കൂട്ടാണ് പോയി. നോക്കട്ടെ.
പക്ഷെ ഞാനൊരു 6 മാസം മുമ്പ് വരെ വെള്ളം കണ്ടിരുന്നു ഏട്ടാ. നല്ല സമയം ആണോ? അപ്പൊ ഗൈഡ് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത് ഇനി പോണ്ട, വേണമെങ്കിൽ വെറുതെ നടന്നിട്ട് വന്നോളാൻ പറഞ്ഞു. ഇവിടെ ഒരു മരത്തിന്റെ എന്തോ ഇവിടെ കിടക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഇരിപ്പായി. അപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ? അപ്പൊ ഇതാ നമുക്ക് പൂരിയും അതേപോലെ തന്നെ ബാജി ഉണ്ട് കേട്ടോ, ഉരുളക്കിഴങ്ങ് ബാജി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പൂരിയുടെ ഉള്ളിൽ ബാജി വെച്ച് ഈ സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ പിടിച്ച് കഴിക്കാൻ പോവാണ്. നമ്മുടെ കയ്യിൽ പ്ലേറ്റ് ഉണ്ട്, ഇനിയിപ്പോൾ പ്ലേറ്റ് ഒന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ തന്നെ കഴിക്കാമല്ലോ. നമ്മൾ ധോണിയിൽ പോയപ്പോഴും ഇതുപോലെ ഇരുന്നിട്ട് കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഓർമ്മയുണ്ടാവും? ഓർമ്മയുണ്ടോ കുട്ടിക്ക്? അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഉറക്കം വരാനേ, നന്നായിട്ട് പൂരിയൊക്കെ കഴിച്ചപ്പോഴേ ഹെവി ആയിപ്പോയി. അപ്പോൾ നമ്മൾ വെള്ളം തപ്പി നടക്കണതാണ് കേട്ടോ. ഗൈഡ് പറഞ്ഞു വേണമെങ്കിൽ വരാം, പക്ഷേ ഒന്നും കാണില്ല, അപ്പോൾ അതുകൊണ്ട് പോകണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇത്രയും കഷ്ടപ്പെട്ട് പോണതിൻ്റെ ഒരു വ്യൂ ഒന്നും അവിടെ ഇല്ലയെന്ന് പറഞ്ഞോളൂ. എന്നാലും നമ്മളിവിടെ വന്നതല്ലേ വെച്ചിട്ട് നമുക്കൊരു മനസ്സമാധാനത്തിന് ഞങ്ങൾ വെള്ളത്തിൻ്റെ ആ ഒരു വഴിയൊക്കെ തപ്പിയിട്ടാണ് ഇപ്പോൾ നടക്കണത്. ഇവിടെ അരുവിയുണ്ട്, പക്ഷെ എങ്ങനെയാണ് ഇറങ്ങണ്ടേന്നൊരു പിടുത്തമില്ല. ആണോ? ഏട്ടൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച്. എടുക്കണോ? പക്ഷെ ഒന്നും എളുപ്പമല്ല കേട്ടോ. എൻ്റെ ദൈവമേ, ശരിക്കും ക്ഷീണിച്ചു. അപ്പോൾ അവിടെ വേറൊരു വെള്ളത്തിൻ്റെ ഇത് കാണാൻ പറ്റും നമുക്ക്. ഇത് കുറച്ചായിട്ടും അങ്ങനെ നടക്കണോ. ഇതേ അവിടെ ഒരു ഊഞ്ഞാല് പോലെയുണ്ട്, അതിൻ്റെ മുകളിലേക്ക് കയറി ഇരിക്കാനൊന്നും പറ്റില്ല തോന്നുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇരിപ്പായി. നമുക്ക് ഈ വെള്ളത്തിൽ കളിക്കുകയാണ്. ഏട്ടൻ കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി കുളി തുടങ്ങി. ആ അയ്യോ, എന്തൊരു തണുപ്പുള്ള വെള്ളാന്നറിയോ. സിമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വെള്ളത്തിൽ വെറുതെ കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ കുറച്ച് ദൂരേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മീനുണ്ടാവും തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ. ഇങ്ങനെ കാലിങ്ങനെ വെക്കുമ്പോൾ കുറേ മീനുകൾ വന്ന് ഇങ്ങനെ കടിക്കും. അത് നല്ല രസം ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് ഒഴുക്കുണ്ട്, അങ്ങനെ ഒഴുകി 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 നമുക്ക് വേണമെങ്കിൽ ആ അറ്റം വരെയൊക്കെ നടക്കാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഭയങ്കര തെളിഞ്ഞ വെള്ളം കേട്ടോ. ഐലൈനർ എഴുതിയിട്ടില്ലായിരുന്നു, മുഖമൊക്കെ കഴുകായിരുന്നു. ഐലൈനർ മാഞ്ഞു പോകുന്ന വിചാരിച്ചിട്ട് ഇവിടുന്ന് ആൾക്കാർ വെള്ളം കുടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒഴുകി വരുന്ന വെള്ളമൊക്കെ നല്ല ചില്ലായിട്ടുള്ളതാണ്. നമുക്ക് ഈ വഴി അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ഈ വാട്ടർഫോൾസിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ, അല്ല വാട്ടർഫോൾസ് ഈ അരുവിയുടെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾസ് എത്തുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷെ അത്രയ്ക്കൊന്നും നടക്കാൻ വയ്യ, കുറേ ദൂരം ഉണ്ടാവും. പിന്നെ അത് ഉറപ്പില്ല കേട്ടോ എത്ര കണ്ടും ഉണ്ടാവും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ചില്ലാന്ന് വിചാരിച്ചു. കുട്ടീനെ കാണിക്കണ്ടാന്ന്. ഓക്കെ കേട്ടോ. ഞാൻ ഈ വെള്ളത്തിൽ കൂടെ നടക്കാന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര വഴുക്കലാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര വഴുക്കലാട്ടോ. പക്ഷെ രസമുണ്ട്. ക്ലൈമറ്റൊക്കെ ഭയങ്കര പൊളിയാ. അധികം ദൂരേക്കൊന്നും പോകില്ല കേട്ടോ. എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല, അത്ര ആഴമൊന്നുമില്ല. പക്ഷെ നിറയെ കല്ലായതുകൊണ്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വേദനിക്കും നമുക്ക്. ഒരു ഉരുളൻകല്ലുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അന്നൊരു ബീച്ചിൽ പോയിട്ടില്ലേ, അവിടെ നിന്ന് എടുത്ത അത്ര നല്ല കല്ലല്ല. ഇത് കുറച്ചൊരു റഫായിട്ടുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, ഇത് എടുത്താലും വിചാരിക്കും. ചില സ്ഥലത്തുണ്ടല്ലോ കല്ലെടുക്കാൻ പാടില്ല, അങ്ങനെയുണ്ട് ഏതൊരു സ്ഥലത്ത്. അവിടെ നിന്ന് എടുത്ത് അവിടെ തന്നെ കൊണ്ടുവന്നിടണമെന്നോ അങ്ങനെ എന്തോ ഉണ്ട് അത്ര. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഈ കല്ലെടുക്കാം. നമ്മൾ ഒഴുക്കിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഈ ശബ്ദം ഭയങ്കര രസമല്ലേ, ഈ വെള്ളം ഒഴുകണ ശബ്ദം ഭയങ്കര എന്തൊരു കാമിങ് ആണ് അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോവാം. അവിടെ ഈ പറഞ്ഞ പോലെ കുറേ കല്ലുകളും ഒക്കെ ആയിട്ട് ഉണ്ട്. പൊട്ടി വീടുമെന്ന് എനിക്കറിയില്ല. ഏട്ടനും കുട്ടിയും കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഫുഡ് കൊണ്ടുവന്നാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്കൊരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് രസമായിട്ടുള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അത് ഭയങ്കര ശാന്തസുന്ദരമായ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ല, എക്സാക്ട്ലി അതാണ്. തെളിഞ്ഞ വെള്ളമാണ്, നല്ല തണുപ്പും. ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇവിടെ ഇല്ല കേട്ടോ, ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതൊരു ഭയങ്കര അടിപൊളി ഫീലിംഗ് ആട്ടോ. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും വിശാലമായ സ്ഥലത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഒരു പ്രത്യേക സന്തോഷം. പറയൂ. അതുകൊണ്ട് കള്ളല്ല കേട്ടോ, കല്ല്.
ഇതോ കൊറോണ സമയല്ലപ്പോ അപ്പൊ അങ്ങനെ ഇതിട്ട് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യണം. എന്നിട്ട് പെയിന്റൊക്കെ അടിക്കാൻ പാടില്ല. അപ്പൊ ഇത് ഞാൻ വാഷ് ചെയ്യാം. അങ്ങനെ അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിക്കുക, നമ്മളെ പോവാ. ചിലപ്പോൾ പോണ വഴിക്ക് പുറത്തുനിന്ന് കഴിക്കില്ല ഏട്ടാ. നമ്മള് വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പഴം താങ്ക് യു. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. വന്നിട്ട് ഇപ്പോഴാണ് മാസ്ക് ഇടേണ്ടി വന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴാണ് നമ്മുടെ മുന്നിലായിട്ട് 2-3 പേരുണ്ടായിരുന്നു. അവർ പോയിട്ടോ. അപ്പം അതുകൊണ്ട് എടുത്തിട്ടതാ. അല്ലാത്ത സമയത്ത് പിന്നെ നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാസ്ക് ഒന്നും ഇടേണ്ടി വന്നില്ല. ഇമോ ഇമോ സ്ഥലം എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നേരെ പറയേ. ഫുള്ള് കളിച്ച് തമിഴ്ത്ത് ഇമ്മ വെള്ളത്തിലിറങ്ങി കുളിച്ച്. അയ്യോ കമ്പും കോലൊക്കെ അവർ പോയി തോന്നണു. മാസ്ക് വേണ്ട. ആ എന്താണ്? വെള്ളത്തിലിറങ്ങി കുളിച്ച്. അയ്യടാ അത് വേസ്റ്റാണ്. നമുക്ക് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, കൊണ്ടുപോയി കളയാം. ഈ അമ്പലത്തിന്റെ ഫുൾ വ്യൂ എന്ത് രസാല്ലേ. നോക്കൂ ഏട്ടാ, ഇപ്പോഴല്ലേ നമ്മൾ ശരിക്കും ഫുൾ വ്യൂ കാണുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്നൈയിലൊരു സ്ഥലത്ത് മഹാബലിപുരം അവിടെ ഒരു അമ്പലത്തിൽ പോയില്ലേ നമ്മള്, അതുപോലെ ഉണ്ടല്ലേ. നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തി. ഇപ്പൊ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വന്ന സമയം കറക്റ്റായിരുന്നു. വേണമെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വന്നാൽ നല്ലതായിരുന്നു എന്നാണ് തോന്നുന്നത്. 8:30 ഇവിടെ തുറക്കും. അപ്പോൾ 8:30 തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വന്ന് തുടങ്ങണ ആ സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും നല്ല ചൂടില്ല. നമുക്ക് നടക്കാനും എത്ര ദൂരം വേണമെങ്കിൽ നടക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഒട്ടും ആൾക്കാരും ഉണ്ടാവില്ല. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ. ഇവിടെ ആണെങ്കിലും അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ രാവിലത്തെ ഒരു ഫീല് ഭയങ്കര അടിപൊളിയല്ലേ. അപ്പോൾ എപ്പോഴും രാവിലെ വരണം തന്നെയാണ് നല്ലത്. നമ്മൾ 9 മണിക്ക് എത്തി. ലേശം മുന്നായിട്ട് എത്തി. ഇപ്പോൾ സമയം 12:24. 12:30 പിടിക്കാം നമുക്ക്. എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു? 3.5 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ഫുൾ വാട്ടർഫാൾസ് കാണാനായിട്ട് അങ്ങോട്ട് മണ്ടയ്ക്ക് നടക്കുകയാണെങ്കിൽ പിന്നെയും കുറേ സമയം 1.5 മണിക്കൂർ അങ്ങോട്ടും 1.5 മണിക്കൂർ ഇങ്ങോട്ടേക്കും വേണം. പക്ഷെ നമ്മൾ കുറേ നേരം അവിടെ വെള്ളത്തിന് അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ സമയം ഇവിടെ ഇരുന്നു എന്നുള്ളതാണ്. പശു എന്താ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? ഇമോ അങ്ങോട്ട് നീങ്ങിക്കിടാൻ നിനക്കൊരു പേടിയില്ലേ? അപ്പോൾ നമുക്ക് പോവാം. പോണ വഴിക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാം. എന്താ ഈ പശു ഇങ്ങനെ വന്നിക്കണല്ലേ? പശുമ്പെ ഒന്ന് നീങ്ങോ, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ പ്ലീസ്. കേട്ടോ? Oh, that's so sweet. എന്താ കുഞ്ഞു? Did you like the place, baby? അയ്യോ കുഞ്ഞുടെ ഹെയർ ടൈം വീണല്ലോ. പുഴുങ്ങിന്നോ? എന്ത് പുഴുങ്ങി? പുഴുങ്ങിയതല്ല, ഉരുങ്ങി. ഒരുങ്ങി. സോറി, ഞാൻ കേട്ടത് പുഴുങ്ങി നോക്കിയാ. എനിക്ക് വയ്യ. വെള്ളാണോ എടുക്കണേ? ഇഷ്ടാണോ? മോള് കാർ സീറ്റിലിരുന്ന് ഉറങ്ങരുത് കേട്ടോ. മങ്കി ഉണ്ടല്ലേ? സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതോ എന്റെ മീതിക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു മങ്കി. ഓടി ഇങ്ങനെ നോക്കുന്നത്. ഈ മങ്കിയാണ് കേട്ടോ നമ്മുടെ കാറിന്റെ മീത് കയറി വന്ന്. അയ്യോ എന്ത് ക്യൂട്ടാല്ലേ. കുഞ്ഞിതാ പീക്കിരിയില്ലേ. ബേബി മങ്കിയാ. ബേബി മങ്കി. ബൈ പറഞ്ഞു കുട്ടി. ബൈ 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 ബൈ. എന്തായി? നമ്മളിപ്പോൾ എവിടെ എത്തി? ഇപ്പം നമ്മളിപ്പോൾ ഒരു ഭരണ വഴിക്കുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. വന്നുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ഉണ്ടാക്കാണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാനുള്ളതും അതായിട്ടുണ്ടായിരുന്നില്ല. നമുക്കിന്ന് 2 മണിക്ക് ലൈവ് പോകേണ്ടതാണ് മീഷോ ഹാള്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണ്ടതെല്ലാം റെഡിയാക്കി എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പെണ്ണും കൂടി ആയിരുന്നില്ല. അപ്പം ഞാൻ ഇവിടുത്തെ ആളുടെ അടുത്ത് നിന്ന് പെന്നൊക്കെ മേടിച്ച് എഴുതിയൊക്കെ സെറ്റാക്കി. അപ്പോൾ അതാ ഞങ്ങൾ വേഗം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറുന്ന വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു എന്താടാ ഇത് ചില്ലി പെപ്പർ ചിക്കനാണ് കേട്ടോ. കുട്ടിക്ക് ഇഷ്ടമായോ? ബൈ. എന്താ കാരണം? എരിവ് കഴിക്കില്ല. എന്താ കുട്ടീന് എരിവ് കഴിക്കാം? ഇത് പക്ഷെ കുറച്ച് എരിവുണ്ട് കേട്ടോ.
പെപ്പർ ഫ്രൈ അല്ലേ, അതൊന്നും ഇമ്മ കഴിക്കില്ല. മറ്റേ ഈ ചിക്കൻ ലോലിപ്പോപ്പ് ഹണി ചിക്കനൊക്കെ ഇല്ല, അതിലൊക്കെ ഭയങ്കര മീഡിയം എരിവ്, കുറവ് എരിവല്ലേ ഉണ്ടാവുള്ളൂ, അതൊക്കെ ഇമ്മ കഴിക്കുള്ളൂ. ഇനി എന്നാ ഇങ്ങോട്ട് ഫുൾ എരിവ് കഴിക്കാം? ഞാൻ തന്നെ ഫുൾ എരിവ് കഴിക്കില്ല കേട്ടോ. അമീഗോന്നും ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെ. നല്ല റെസ്റ്റോറൻറ്റ്, നല്ല ആംബിയൻസ് ഒക്കെയാണ്, നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ വേഗം ഇവിടെ നിർത്തി. ഇന്ന് എൻ്റെ ഫോണിലാകെ 5% ചാർജുള്ളൂ. 2 മണിയാകുമ്പോൾ ഇത് അപ്ലോഡ് ആക്കാൻ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കളിച്ചാലോ? നമ്മളെ സിനിമയിലത്തെ ഒരു ഡയലോഗ് പറയാം, അത് ഏത് സിനിമയിലുള്ളതാണ് പറയണം. ഓക്കെ, നോക്കിട്ട് പറയണം. ഇത് ഏത് സിനിമയുടെ ഡയലോഗാന്ന് പറയും കേട്ടോ. നമ്പർ 1. നമ്പർ 2 നമുക്കിനി അടുത്തത് അതെ, ഇതൊരു പഴയ സിനിമയിലത്തെ ആട്ടോ, പഴയ ജഗദീഷിന്റെയും ഫിലോമിന്റെയും കൂടിയിട്ടുള്ള ഒരു ഡയലോഗാണ് അത്. ഇനി അടുത്ത ഡയലോഗ്. മാമനോടൊന്നും തോന്നല്ല മക്കളെ. ഒബ്വിയസ്ലി അത് സിനിമയല്ല, നമ്മുടെ ഒരു സീരീസില്ല, അതെനിക്ക് എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമില്ല. 4ാമത്തെ ഡയലോഗ്. നന്ദി എന്താ പണിന്നോ? നന്ദിനോ എന്താ? ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സിനിമയുടെ ആണ് കേട്ടോ. അപ്പൊ 4 എണ്ണം പറഞ്ഞില്ലേ നമ്മള്. ഈ 4 എണ്ണം കറക്റ്റ് ആയിട്ട് ആരെങ്കിലും പറയുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കണം കേട്ടോ. 5ാമത്തെ ഉണ്ടോ? ഏതാ? ചായ. ഞാൻ പല്ലിച്ചിട്ടില്ല, പോയി പല്ലിക്കാൻ പറയുമല്ല, അന്ന് ബ്രഷ് കിട്ടിയിട്ടില്ല മോളെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് കേട്ടോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഒരു ക്ലൂ തരാം, നിമിഷ വിജയന്റെയും സുരാജിന്റെയും സിനിമയാണ്. ഇനി കുട്ടി പറയാൻ മനസ്സിലായോന്ന് എനിക്കറിയില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് നോക്കി നോക്കൂട്ടോ. സിനിമയുടെ പേര് പറഞ്ഞു. ഇത് നമ്മുടെ ഗോവൻ ഫിഷ് കറി റൈസ് ആണ് കേട്ടോ. ഇത് കിങ് ഫിഷ് ആണ്. ഇത്തവണ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അല്ലേ ഏട്ടാ? ഇത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ കുടംപുളി, നമ്മുടെ പോലത്തെ അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ടേസ്റ്റും ഡിഫറൻസ് ഉണ്ട്. എനിക്കിത് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. നല്ല എരിവുള്ള മീൻ കറി കേട്ടോ, നല്ല എരിവുണ്ട്. പക്ഷെ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ. ഫൈനലി ഇത്തിരി അബദ്ധമായിരുന്നു. സാധാരണ നമ്മുടെ ചീസ് നാൻ്റെ അകത്തല്ലേ ഉണ്ടാവുക ചീസും ഗാർലിക്കും ഒക്കെ, ഇതൊക്കെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമാവും കേട്ടോ, എനിക്ക് ഇങ്ങനെയല്ല ഇഷ്ടം, എനിക്ക് ഉള്ളിൽ ഫിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ചെയ്യട്ടെ. 1:59 സ്കെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവും കേട്ടോ. പക്ഷെ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ഒരു തവണ സ്കെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ആ സമയത്ത് അപ്ലോഡ് ആവാണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് 1:59 ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ആയിട്ടാ. നമ്മുടെ റെസ്റ്റോറൻറ്റ്, നമ്മളിപ്പോൾ കയറിയ റെസ്റ്റോറൻറ്റ് കേട്ടോ, ഹോട്ടൽ അമീഗോസ് ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, വെജ് ആൻഡ് നോൺ വെജ്. കുഴപ്പമില്ല കേട്ടോ, നല്ല ആംബിയൻസാണ്, നല്ല കസ്റ്റമർ സർവീസാണ്, ഫുഡും തെറ്റൊന്നുമില്ല. എന്ത് രസമല്ലേ മണി പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നത്. മണി പ്ലാന്റ് ആണോ വെറ്റില? ഇത് മണി പ്ലാന്റ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് എന്താണാവോ, നല്ല രസമില്ലേ പാം ട്രീ ഒക്കെ. നമ്മുടെ വീട്ടിൽ വെച്ച് പാം ട്രീയുടെ അവസ്ഥ കാണണമായിരുന്നു. വരിയായി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്തു കൂടി, നമ്മൾ ഒറ്റൊരു ഉറക്കമായിരുന്നു, നല്ലൊരു ഉറക്കം ഉറങ്ങി. അതിനുശേഷം എനിക്ക് വീട്ടിലെത്തി പല്ലിച്ചോ? ഇമ്മക്കുട്ടി രാവിലെ നേരെ പല്ലിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് വന്നപ്പോൾ ഒന്നും കൂടി നന്നായി പല്ലിപ്പിച്ചതാ. പിന്നെ എനിക്ക് കുഞ്ഞൊരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്തു. ശരിക്കും ടയേർഡായിട്ട് വന്നു, കാരണം നമ്മൾ കുറേ നാളിന് ശേഷമല്ലേ ഇത്ര അധികം നടക്കുകയൊക്കെ ചെയ്യണത് ഒറ്റയടിക്ക്, ഇങ്ങനത്തെ കടപട വഴി. പിന്നെ അത് മാത്രമല്ല ഇത്ര വലിയൊരു ഡ്രൈവ് കുറേ നാളിന് ശേഷമല്ലേ. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ഒരു 10 മാസമെങ്കിലും ആയിട്ടുണ്ട് നമ്മൾ ഇത്ര വലിയൊരു ഡ്രൈവ് പോയിട്ട്. 1.25 മണിക്കൂർ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമായോ?
എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മുടെ ഐലൈനർ ഉണ്ടല്ലോ, ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന മെബ്ലിൻ്റെ ക്ലോസിൽ ഐലൈനർ അടിപൊളി ഐലൈനർ ആണ് കേട്ടോ. നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ മുഖത്ത് വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഐലൈനർ പരന്നിട്ടുണ്ടാവുന്ന വിചാരിച്ചു, പക്ഷെ പരന്നിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഞാൻ നോക്കിയിട്ട് അപ്പോഴും പരന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ശരിക്കും വാഷ് ബേസിൽ നിന്ന് വെള്ളം എടുത്ത് കണ്ണിലേക്ക് ഒഴിച്ചു നോക്കിയിട്ട്, എന്നിട്ടും അത് ഒലിച്ചു പോയ പരക്കൊന്നും ഉണ്ടായില്ല. എന്താല്ലേ, നല്ല അടിപൊളി പൊളി. അപ്പം ഐലൈനർ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും 1-2 തവണയും കൂടെ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഒരു റിവ്യൂ പറയാം. പക്ഷേ എനിക്ക് ഉപയോഗിച്ച് കൊടുത്തോളം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഐലൈനർ ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. പക്ഷെ എന്നാലും ഒരു ഐലൈനർ നോക്കുന്നുണ്ടെങ്കിൽ മേടിക്കാമെന്ന് തന്നെയാണ് ഞാൻ പറയുക. ഒരു അടിപൊളിയായിട്ടുള്ള ഐലൈനറാണ്. മസ്കാര അത് കേട്ടോ. മസ്കാര പിന്നെ ഞാൻ പണ്ട് മുതലേ പറയണതാണ് അടിപൊളി മസ്കാര എന്നാണുള്ളത് അല്ലേ. അതെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ദിവസം ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ഇനി ആവട്ടെ അല്ലേ. എല്ലാവർക്കും അടിപൊളി ദിവസങ്ങളാവട്ടെ. ബൈ ബൈ. Love you. Good night. Good night.